ചോരക്കളിയൻ ഹൊറർ മൂവി സീരീസായ ഈവിൾ ഡെഡിന്റെ ഏറ്റവും ലാസ്റ്റ് പുറത്തിറങ്ങിയ സിനിമയാണ് ഈവിൾ ഡെഡ് റൈസ് 2023. ഈ സിനിമയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നായികയായ ബെത്തിനെ കാണിച്ചാണ് സിനിമ തുടങ്ങുന്നത്. ആളൊരു പബ്ബിൽ വർക്ക് ചെയ്യുകയാണ്. അവളുടെ കയ്യിലുള്ളത് ഒരു പ്രഗ്നൻസി ടെസ്റ്റാണ്. അവളിപ്പോൾ ഗർഭിണിയാണ്, പക്ഷെ മാരീഡ് അല്ല. തെറ്റുപറ്റിപ്പോയി അച്ഛനും അമ്മയും ഇല്ലാത്ത തനിക്ക് ആകെയുള്ള ചേച്ചിയോട് ഇത് പറയാൻ തീരുമാനിച്ച് ബെത്ത് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നു. ശേഷം കാണിക്കുന്നത് ചേച്ചിയുടെ ഫ്ലാറ്റാണ്. നല്ല മഴയും പെയ്യുന്നുണ്ട്. അവൾ വീട്ടിലെത്തി ചേച്ചിയോട് സംസാരിക്കുന്നു. ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടി ചേച്ചി മക്കളായ ബ്രിഗറ്റിനെയും ഡാനിയെയും കേസിയെയും പിസ മേടിക്കാൻ ഷോപ്പിൽ വിടുന്നു. ശേഷം ചേച്ചിയുടെ ഹസ്ബൻഡ് ചെറിയൊരു പിണക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ വേറെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതും. ചേച്ചി അനിയത്തിയെ ഉപദേശിക്കുന്നു. നീ ചെയ്തത് വലിയൊരു തെറ്റാണ്. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല എന്നെല്ലാം പറയുന്നു. അന്നേരം എലിയുടെ മക്കൾ പിസ വാങ്ങി വാഹനം അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത ശേഷം ഇറങ്ങി റൂമിലേക്ക് വരുന്നു. അന്നേരം അവിടെ വലിയൊരു ഭൂമികുലുക്കം നേരിടേണ്ടി വരുന്നു. അതിൻ്റെ തീവ്രത കൂടി വരുന്നു. അവർ ആകെ പേടിച്ചു പോകുന്നു. അങ്ങനെ അവസാനം ആ ഭൂമികുലുക്കം നിന്നപ്പോൾ അവർ താഴെ വീണ പിസ എടുത്ത് റൂമിലേക്ക് പോകുന്നു. അന്നേരം ഡാനി ഒരു സംഭവം കാണുന്നു. ഒരു ഗുഹ. കാസിയും ബ്രിഗറ്റും അവനോട് അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ അവൻ ആ ഹോളിലൂടെ താഴെ ഇറങ്ങുന്നു. താഴെ നോക്കുമ്പോൾ കുറേ അച്ഛന്മാർ എന്തോ പിടിച്ചു നിൽക്കുന്നൊരു ഫോട്ടോ കാണുന്നു. അതിൻ്റെ കൂടെ ഒരുപാട് റെക്കോർഡിങ്സും കാണുന്നു. CD-യും മ്യൂസിക്കും പൊതുവെ ഇഷ്ടമുള്ള ഡാനി അതെടുത്ത് ബാഗിൽ വെക്കുന്നു. അന്നേരം നോക്കുമ്പോൾ ഒരു വലിയ ശവപ്പെട്ടി കാണുന്നു. അതിൻ്റെ താഴെ ഒരു ഹോളും കാണുന്നു. അതിലൂടെ നോക്കുമ്പോൾ എന്തോ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പോലെ അവന് തോന്നുന്നു. അവൻ അതെടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിൽ നിറയെ പ്രാണികളായിരിക്കും. അവയെ തട്ടിമാറ്റി നോക്കുമ്പോൾ ഒരു വലിയ ബുക്ക് കിട്ടുന്നു അവന്. ശേഷം കാണിക്കുന്നത് എലിയുടെ ഫ്ലാറ്റാണ്. അവർ ആ ഭൂമിയിൽക്കം കാരണം പേടിച്ചിരിക്കുകയാണ്. തൻ്റെ കുട്ടികളെ കാണാത്തത് മൂലം പേടിച്ച് അവൾ തൊട്ടടുത്ത ഫ്ലാറ്റിലുള്ള ആളുകളോട് സഹായം ചോദിക്കുന്നു. അവൻ്റെ പേര് ഗബ്രിയേൽ. അവൻ പെട്ടെന്ന് പോയി ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറയുന്ന നേരം കുട്ടികളെത്തുന്നു. എലി സന്തോഷത്തോടു കൂടെ അവരെ കെട്ടിപ്പിടിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് എലി തുണികളെടുത്ത് പുറത്തു പോകുന്നു. അന്നേരം ഡാനി പതുക്കെ ആ ബുക്ക് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും. നേരം ബ്രിഗറ്റ് വന്ന് വേണ്ട, വല്ല പ്രശ്നമാകുമെന്നെല്ലാം പറയുന്നു. അത് കേൾക്കാതെ അവൻ തുറക്കാൻ നോക്കുന്നു. അതിൻ്റെ പല്ലുകൾ കൊണ്ട് അവൻ്റെ കൈ മുറിയുകയും ബ്ലഡ് ആ ബുക്കിൽ വീഴുകയും ചെയ്യുന്നു. ആ ബ്ലഡ് ആ ബുക്ക് സ്വയം കുടിച്ചു വറ്റിക്കുന്നു. ശേഷം ആ ബുക്ക് പതിയെ ഓപ്പൺ ആവുന്നു. ഡാനി പെട്ടെന്ന് ചാടിക്കേറി ആ ബുക്ക് നോക്കുന്നു. അതിലെ മൃഗീയമായ ചിത്രങ്ങളെ കണ്ട് ബ്രിഗറ്റ് ഓടി വന്ന് ആ ബുക്ക് അടക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇത് കിട്ടിയ സ്ഥലത്ത് തന്നെ നീ വേഗം കൊണ്ടുവെക്കുക എന്ന് പറയുന്നു. അന്നേരം ഡാനി പറയുന്നു, ഇപ്പോൾ അമ്മ വഴക്ക് പറയും, നാളെ രാവിലെ ഞാൻ കൊണ്ടുവെക്കാം എന്ന് പറയുന്നു. അന്നേരം എലി ഡ്രസ്സുമായി പുറത്തു പോകുന്നു. ബ്രിഗറ്റ് തൊട്ടടുത്ത റൂമിലേക്കും പോകുന്നു. അന്നേരം ആരും കാണാതെ വീണ്ടും ആ ബുക്ക് ഓപ്പൺ ചെയ്ത് മറിച്ച് നോക്കുന്നു. കൂടെ ആ റെക്കോർഡിങ്സും പ്ലേ ചെയ്യുന്നു. അതിൽ കുറെ ഫാദേഴ്സ് സംസാരിക്കുന്നതും കേൾക്കുന്നു. ഒരു വലിയ ഭീകരമായ സൗണ്ടും കേൾക്കുന്നു. അത് എത്ര നിർത്താൻ നോക്കിയിട്ടും നിൽക്കുന്നില്ല. എന്തോ വളരെ വേഗത്തിൽ ആ ഫ്ലാറ്റിലേക്ക് വരുന്നു. എലി ലിഫ്റ്റ് വഴി താഴെ എത്തുന്നു. ശക്തി അവളെ വീണ്ടും ആ ലിഫ്റ്റിലേക്ക് തള്ളിയിടുന്നു. ശേഷം ലിഫ്റ്റ് മുകളിലോട്ട് പോകുന്നു. അന്നേരം അവൾ എയറിലായിരിക്കും. അവളെ ആ ശക്തി ഒരുപാട് ഉപദ്രവിക്കുന്നു. അന്നേരം കറന്റ് പോകുന്നു. അവരെല്ലാം പേടിക്കുന്നു. അന്നേരം ഒരു മെഴുകുതിരി ആ റൂമിൽ കത്തിച്ചു വെക്കുന്നു. ആ സമയത്താണ് ഒരു വികൃത രൂപം നടന്നു വരുന്നത് കാണുന്നത്. കുട്ടികൾ ഓടിപ്പോയി മമ്മി എന്ന് വിളിക്കുന്നു. അത് കേൾക്കാതെ എലി വികൃതമായ രൂപത്തോടുകൂടെ അടുക്കളയിലേക്ക് പോകുന്നു. ശേഷം ഓംലെറ്റ് ഉണ്ടാക്കുന്നു. അതും ഒരു ഭീകര രൂപത്തിൽ മുട്ടയൊക്കെ എറിഞ്ഞ്. ബെത്ത് പതി എലിയുടെ അടുത്ത് പോയി നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. അന്നേരം എലി മുട്ടുകുത്തി നടക്കുന്നു. വളരെ ശക്തമായ രീതിയിൽ വോമിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ബോധം കെട്ട് വീഴുന്നു. അന്നേരം അവർ ത്തുള്ള ഫ്ലാറ്റിലെ ആളുകളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ നേരം എലിയെ നോക്കുമ്പോൾ അവൾ മരിച്ചു കിടക്കുന്നതായി കാണുന്നു. ഗബ്രിയേൽ അവളുടെ കണ്ണ് എത്ര നേരം അടക്കാൻ ശ്രമിച്ചിട്ടും അത് തുറന്നു തന്നെ ഇരിക്കുന്നു. അങ്ങനെ അവളുടെ ശരീരം ബെഡിൽ കിടത്തി ഗബ്രിയേൽ ലിഫ്റ്റിന്റെ ലോക്ക് പൊട്ടിക്കാൻ നേരം ബെത്ത് എലിയുടെ അടുത്ത് പോയി കരയുന്നു. അപ്പോഴാണ് എലിയുടെ ഫോൺ അടിക്കുന്നത്. അതെടുത്ത് നോക്കുമ്പോൾ വളരെ വികൃതമായ സൗണ്ട് കേൾക്കുന്നു. അവൾ ഞെട്ടി താഴെയിടുന്നു. അന്നേരം എലി എഴുന്നേറ്റിരിക്കുന്നു. ശേഷം ബെത്തും പിള്ളേരും അമ്മയുടെ ശരീരത്തിലെ ചൂട് കാരണം ബാത്ത് ടബിൽ കൊണ്ടിടുന്നു. എലി അതിൽ കിടന്ന് പിടയുന്നു. ശേഷം എല്ലാവരെയും തട്ടിത്തെറിപ്പിക്കുന്നു. പിന്നീട് നോക്കുമ്പോൾ അവൾ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നു. ശേഷം പ്രേതത്തെ പോലെ വളരെ ഉച്ചത്തിൽ അലറി വിളിക്കുന്നു. എന്നിട്ട് ആ ബാത്ത് ടബിലേക്ക് തന്നെ വീഴുന്നു. എല്ലാം കഴിഞ്ഞെന്ന് ആശ്വസിക്കുമ്പോൾ എലി മൃഗങ്ങളെ പോലെ മുട്ടുകുത്തി നടക്കുന്നു. എല്ലാവരും പേടിച്ചോടുന്നു. ഒരു പൊട്ടിയ ഗ്ലാസ്സിലെടുത്ത് ബെത്തിന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. ശേഷം അവളുടെ കയ്യിൽ ആഞ്ഞു കുത്തുന്നു. അന്നേരം ചെറിയ മകളെ കാണുന്നു. അവൾക്ക് നേരെ തിരിയുന്നു. നേരെ അവരെ രക്ഷിക്കാൻ വന്ന ഗബ്രിയേലിന്റെ കണ്ണ് കടിച്ച് തുപ്പുന്നു എലി. അന്ന് എല്ലാവരും കൂടി വാതിലടച്ച് എലിയെ പുറത്താക്കുന്നു. പുറത്തിറങ്ങിയ എലി എല്ലാവരെയും ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. ഇതെല്ലാം ഡോറിന്റെ ഹോളിലൂടെ കണ്ട് ബെത്തും പിള്ളേരും ആകെ പേടിച്ചിരിക്കുന്നു. അന്നേരം ഡാനിയും ബ്രിഗറ്റും തമ്മിൽ അടിപിടി കൂടുന്നു. കാരണം എന്തെന്നോ ആ ബുക്ക് വഴിയാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നതെന്ന് ബ്രിഗറ്റിന് മനസ്സിലാവുന്നു.
ബെത്ത് പോയി ആ ബുക്ക് തുറക്കുമ്പോൾ ബ്രിഗറ്റ് വേറെ ഏതോ ലോകത്താണ്. അവൻ അടുക്കളയിലേക്ക് പതിയെ നീങ്ങി അവിടെ പോയി മുഖം നോക്കുന്നു. മുഖത്തെ മുറിവുകൾ ശ്രദ്ധിക്കുന്നു. അന്നേരം നോക്കുമ്പോൾ ആ ബുക്ക് തനിയെ ഓപ്പൺ ആകുന്നു. ബ്രിഗറ്റിന്റെ ശരീരത്തിൽ ആകെ ഒരു മാറ്റം. അവന്റെ വായിലൂടെ മൂക്കിലൂടെ ബ്ലഡ് വരുന്നു. അന്നേരം ചെറിയ കുട്ടിയായ കാസി ഒരു താരാട്ട് പാട്ട് കേൾക്കുന്നു. അത് കേട്ട് ഡോറിന്റെ അടുത്ത് ചെന്നപ്പോൾ ആ സൗണ്ട് കേട്ട് ബെത്തും ഡാനിയും ഓടി വന്ന് അവളെ ഒരുവിധം രക്ഷിക്കുന്നു. അന്നേരം നോക്കുമ്പോൾ ബ്രിഗറ്റിനെ കാണാനില്ല. ചെന്ന് അടുക്കളയിൽ നോക്കുമ്പോൾ അവൻ അടുക്കളയിൽ സ്ലാബിൽ കയറിയിരുന്ന് ഗ്ലാസ് പൊട്ടിച്ചു തിന്നതാണ് കാണുന്നത്. തൊണ്ടയിൽ കുടുങ്ങി തൊണ്ട കീറുന്നതായും കാണിക്കുന്നു. ബ്രിഗറ്റ് ഇപ്പോൾ എങ്ങനെ പ്രേതമായി എന്ന് പറയണ്ടല്ലോ. എലി ഉണ്ടാക്കിയ മുറിവ് കാരണമാണ് ബ്രിഗറ്റിന്റെ ശരീരത്തിൽ ആ ആത്മാവ് കയറിയിരിക്കുന്നത്. അങ്ങനെ ബ്രിഗറ്റ് ബെത്തിനെ ആക്രമിക്കുന്നു. അവൾ ബ്രിഗറ്റിനെ പാത്രം വെച്ച് അടിച്ചു വീഴ്ത്തിയ ശേഷം ഓടിപ്പോകുന്നു. അന്നേരം ബ്രിഗറ്റ് ചെറിയ കുട്ടിയായ കാസിക്ക് നേരെ തിരിയുന്നു. അവിടെയുള്ള ഒരു വടിയെടുത്ത് കണ്ണടച്ച് പിടിച്ച് നിൽക്കുന്നു. അത് ബ്രിഗറ്റിന്റെ വായിലൂടെ ബ്രിഗറ്റ് അവിടെ മരിച്ചു വീഴുന്നു. അന്നേരം ബ്രിഗറ്റിനെ എല്ലാവരും കൂടി കെട്ടിവെക്കുന്നു. ഇനി ഇവളും എലിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവർ ആ ബെഡിൽ കെട്ടിയിടുന്നു. ശേഷം ബെത്ത് പറയുന്നു, മൂന്നാമത്തെ സീഡ് ഞാനൊന്ന് കേട്ട് നോക്കട്ടെ, അതിലെന്തെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നു. അന്നേരം പുറത്ത് എലി എങ്ങനെ ഉള്ളിൽ കയറാമെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ചിമ്മിടി കാണുന്നു. ആ ഹോളിലൂടെ പൂച്ച കരയുന്ന സൗണ്ട് കേൾക്കുന്നു. എലി അതുവഴി കയറി ഉള്ളിൽ വരാൻ നോക്കുന്നേരം ഡാനിക്ക് മനസ്സിലാകുന്നു. അന്നേരം നോക്കുമ്പോൾ ബ്രിഗറ്റ് എഴുന്നേറ്റ് ചെറിയ കുട്ടിയായ കാസിക്ക് നേരെ തിരിയുന്നു. ഡാനി അവളെ രക്ഷിക്കാൻ നോക്കുന്നേരം ബ്രിഗറ്റ് ഡാനിയെയും കൊണ്ട് അടുക്കളയിലേക്ക് ചാടുന്നു. അവിടെ നിന്ന് ഒരു കത്തിയെടുത്ത് കുത്തി പരിക്കേൽപ്പിക്കുന്നേരം അവൻ്റെ കയ്യിലുള്ള ഗ്യാസ് ഫർണസ് വഴി അവളെ കത്തിച്ച് കളയുന്നു. അന്നേരം ഈ റെക്കോർഡ് കേൾക്കുന്ന ബെത്തിൻ്റെ അടുത്ത് പതിയെ ചാടി ഇറങ്ങുന്നു എലി. കയ്യിലുള്ള എന്തോ ഒരു കമ്പിയെടുത്ത് എലിയെ കുത്തി പരിക്കേൽപ്പിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു ബെത്ത്. ശേഷം അവൾ കാണുന്നത് ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഡാനിയാണ്. അവൻ അവിടെ കിടന്ന് മരിക്കുന്നു. അന്നേരം ഇതെല്ലാം സോഫയുടെ ഇടയിൽ കിടന്ന് കാണുന്നു കാസി. ശേഷം നോക്കുമ്പോൾ എലി എഴുന്നേറ്റ് ബെത്തിനെ അടിച്ചു വീഴ്ത്തി അവളുടെ വയറ്റിൽ പിടിക്കുന്നു. അവളൊരു ആത്മാവല്ലേ, അവൾക്കറിയാലോ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ്. കാസി ഒരു കത്രിക എറിഞ്ഞു കൊടുക്കുന്നു. അത് വെച്ച് എലിയെ കുത്തി ആക്രമിച്ച് കാസിയും കുട്ടി ഓടി രക്ഷപ്പെടുന്നു ബെത്ത്. അങ്ങനെ എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെടാൻ നോക്കുന്നേരം എലി വീണ്ടും വരുന്നു. ബെത്ത് അവിടെ കിടന്നിരുന്ന തോക്കെടുത്ത് എലിയുടെ കൈയും കാലും തകർക്കുന്നു. അന്നേരം അവിടെ മരിച്ചു കിടന്നിരുന്ന എല്ലാ ആളുകളും പ്രേതമായി മാറി എലിയുടെ അടുത്ത് വരുന്നു. ആ ബുക്കിൽ കണ്ട രൂപം പോലെ അവരെല്ലാം എലിയുടെ ശരീരത്തിൽ യോജിക്കുന്നു. ശേഷം വലിയ ഭീകരരൂപമായി മാറുന്നു. ബെത്ത് കുട്ടിയെയും കുട്ടി ലിഫ്റ്റിൽ കയറുന്നു. അന്നേരം ലിഫ്റ്റിൽ ബ്ലഡ് കയറി ഓവർ വെയിറ്റായി അത് പൊട്ടിപ്പോകുന്നു. അങ്ങനെ അവർ താഴെ വീഴുന്നു. അന്നേരം ലിഫ്റ്റ് ഓപ്പൺ ആവുന്നു. അവർ ഓടിപ്പോയി കാറിൽ കയറുമ്പോൾ ആ രൂപം പിന്തുടർന്നു വരുന്നു. കാസി ആൻറ്റിയോടായി പറയുന്നു, ആ രൂപം നമുക്ക് നേരെ വരുന്നുണ്ടെന്ന്. അവർ കാറിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നു. ബട്ട് കാസി അവിടെ കുടുങ്ങിപ്പോകുന്നു. അന്നേരത്ത് ഗണ്ണെടുത്ത് വെടിവെക്കുന്നു. അപ്പോൾ കാസി അവിടുന്ന് രക്ഷപ്പെടുന്നു. അന്നേരം എലി അവളുടെ കയ്യിലുള്ള ചെയിൻസോ എടുത്ത് എറിയുന്നു. ശേഷം ബെത്തിനെ പിടികൂടി അവിടെയുള്ള ക്രഷിലേക്ക് ബെത്തിനെ തള്ളിയിടുന്നു. എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ബെത്തി എലിയെ ആ ക്രഷിലേക്ക് തള്ളിയിടുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ആകെ മൊത്തത്തിലൊരു ചോരക്കളി. അങ്ങനെ അവസാനിച്ച് എന്ന് വിചാരിക്കുമ്പോൾ ആ ഫ്ലാറ്റിൽ നിന്നും അടുത്തൊരു പെൺകുട്ടി ആ കാർ പാർക്കിലെത്തുന്നു. അവളുടെ ശരീരത്തിൽ ആ ആത്മാവ് കയറുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ അവസാനം.